ഹായ് ഹലോ അസ്സലാമലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നല്ല സൂപ്പർ ടേസ്റ്റുള്ളൊരു ചിക്കൻ റോസ്റ്റാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. നല്ല ക്രീമി ആയിരിക്കുന്ന നല്ലൊരു റോസ്റ്റാണ്. അധികം ചാറൊന്നും ഇല്ലാതെ നല്ല ക്രീമി ആയിരിക്കുന്ന നല്ലൊരു ടേസ്റ്റിയായ നമ്മുടെ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ വാങ്ങിക്കുന്നതിലും സൂപ്പർ ടേസ്റ്റുള്ള കിലോ ചിക്കൻ എടുത്ത് നല്ലതുപോലെ കഴുകി പിന്നെ വൃത്തിയാക്കിയതിന് ശേഷം വെള്ളമെല്ലാം കളഞ്ഞിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ വെളുത്തുള്ളി പേസ്റ്റും 1 ടീസ്പൂൺ ഇഞ്ചി പേസ്റ്റും 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി 2 ടീസ്പൂൺ മുളക് പൊടി 1/2 ടീസ്പൂൺ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ കറി മസാലയും പിന്നെ ആവശ്യത്തിന് ഉപ്പും ഇട്ടിട്ടുണ്ട്. പിന്നെ 2 ടേബിൾ സ്പൂൺ പിന്നെ തൈരാണ്, അധികം പുളിയില്ലാത്ത തൈരുമാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. പിന്നെ 3 സവാള ഞാൻ നേരിയതായി കട്ട് ചെയ്തിട്ട് അത് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് കുറച്ച് പകുതി എടുത്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് കൈകൊണ്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. പിന്നെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യണം. ഇതിലേക്ക് ഈ സവാളയും ഫ്രൈ ചെയ്ത സവാളയും ഈ തൈരും ഇതെല്ലാം കൂടെ നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഇതൊരു സമയമുണ്ടെങ്കിൽ 1 മണിക്കൂറോളം ഒന്ന് പിന്നെ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. സമയമില്ലെങ്കിൽ ഒരു 10 മിനിറ്റെങ്കിലും വെക്കണം. എന്നാലാണ് ആ തൈരും ഇതെല്ലാം മസാലയൊക്കെ നല്ലതുപോലെ ആ ചിക്കൻ പീസിലേക്കൊക്കെ പിടിക്കുള്ളൂ. അതെല്ലാം അങ്ങനെ വെച്ചതിന് ശേഷം പിന്നെ ഇത് കറി വെക്കാനായിട്ട് പിന്നെ ഒരു പാൻ വെച്ചിട്ട് ഞാൻ ഫ്രൈ ചെയ്ത ഓയിൽ പിന്നെ സവാള ഫ്രൈ ചെയ്ത ആ ഓയിലിലേക്ക് തന്നെയാണ് ഇത് ഇട്ട് കൊടുക്കുന്നത്. ചിക്കൻ ഇങ്ങനെ എല്ലാം അങ്ങനെ നിരത്തി വെക്കണം. പിന്നെ ഇതിൽ വെള്ളമൊന്നും ഒഴിക്കരുത്, ഇതേപോലെ നിരത്തി വെക്കണം. മസാല തേക്കുമ്പോൾ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. ഈ തൈരൊക്കെ ഉള്ളതുകൊണ്ട് നല്ലതുപോലെ പിടിച്ച് കിട്ടും. പിന്നെ ഇതെല്ലാം കൂടെ നല്ലതുപോലെ പരത്തി വെച്ചതിന് ശേഷം പിന്നെ ഇതൊന്ന് മൂടി വെച്ച് ഒന്ന് വേവിച്ചെടുക്കണം. എന്നിട്ട് അതിന് ശേഷം ഒരു പിടി തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് നട്ട്സ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടെ നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കണം, നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. അപ്പോഴേക്കും ചിക്കനിൽ വെള്ളമൊക്കെ ഇറങ്ങി ചിക്കനിൽ തന്നെ ഉള്ള വെള്ളം ഇങ്ങനെ ഇറങ്ങിയേക്കണേന് വേറെ വെള്ളമൊന്നും ഒഴിച്ചു കൊടുത്തിട്ടില്ല. വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അതൊക്കെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം ഒന്നും കൂടെ മൂടി വെച്ച് ഒന്നും കൂടെ വേവിക്കണം. ചിക്കൻ അധികം വേവില്ല, പെട്ടെന്ന് വെന്ത് കിട്ടും. നല്ല ടേസ്റ്റുള്ളൊരു കറിയാണിത്. അത് മൂടി വെച്ച് ഒന്ന് വേവിച്ചതിന് ശേഷം പിന്നെ അത് തുറന്നിട്ട് പിന്നെ അതിലേക്ക് ബാക്കി ഫ്രൈ ചെയ്ത് വെച്ചേക്കണ സവാള ബാക്കി പകുതി ഉണ്ടല്ലോ, ആ പകുതി സവാളയും കൂടെ ഇതിൻ്റെ മേളിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. പിന്നെ ഈ ഫ്രൈ ചെയ്ത സവാളയൊക്കെ വെച്ച് ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റായിരിക്കും. പിന്നെ നമ്മൾ സവാളയൊന്നും വഴറ്റി സമയം കളയേണ്ട ആവശ്യമില്ല. പിന്നെ ഇങ്ങനെ തന്നെ ഉണ്ടാക്കിയാൽ മതി, നല്ല ടേസ്റ്റാണ്. പിന്നെ അതൊന്ന് മൂടി വെച്ചൊന്ന് ആവി കയറ്റിയതിന് ശേഷം പിന്നെ അതൊന്ന് ഇളക്കി കൊടുക്കണം. എല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് ഇളക്കണം. പിന്നെ ചിക്കനൊക്കെ ഇപ്പോൾ ഒരുവിധം വെന്ത് കിട്ടിയിട്ടുണ്ട്. പിന്നെ അത് പതുക്കെ ഇളക്കിയാൽ മതി, അല്ലെങ്കിൽ പൊടിഞ്ഞു പോകും. അതുകൊണ്ട് പതുക്കെ ഇളക്കി കൊടുത്താൽ മതി. ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പിന്നെ ലൈക്ക് ചെയ്യാനും മറക്കരുത്, പിന്നെ ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. ഇതെല്ലാം കൂടെ ഒന്ന് നല്ലതുപോലെ ഇളക്കി കൂട്ടി വെക്കണം. പിന്നെ ഇത് ഇപ്പം നല്ലോണം വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. അതങ്ങനെ മൂടി വെച്ചിട്ട് ഒന്നും കൂടെ പിന്നെ ആവിയേറ്റി എടുക്കണം. ഇപ്പം നല്ലതുപോലെ വെന്തിട്ടുണ്ട്. പിന്നെ ഉപ്പൊക്കെ ഉണ്ടാകുന്ന നോക്കണം. ഈ സമയത്ത് ഉപ്പും എരിവൊക്കെ ഉണ്ടാകുന്ന നോക്കണം. അതൊക്കെ ഉണ്ടാവും. നമ്മുടെ ആവശ്യത്തിന് മുളക് പൊടി ഇതൊക്കെ ഇട്ടതുകൊണ്ട് എരിവൊക്കെ ഉണ്ടായിരിക്കും. എന്നിട്ട് അതെല്ലാം കൂടെ ഒന്നും കൂടെ മിക്സ് ചെയ്തതിന് ശേഷം ഇപ്പം നല്ലതുപോലെ വെള്ളമൊക്കെ ഗ്രേവിയൊക്കെ വറ്റി വെള്ളമൊക്കെ വന്നിട്ടുണ്ട്. ആ സമയത്ത് വേണം നമ്മൾ ഈ അരച്ച് വെച്ച അരപ്പ്, തേങ്ങയും പിന്നെ കശുവണ്ടിയും കൂടെ അരച്ച് വെച്ച ആ അരപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അധികം വെള്ളമൊന്നും ഒഴിക്കരുത്, അത് പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കണം. എന്നിട്ട് പിന്നെ ആ മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത ശേഷം വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാനായിട്ട്. പിന്നെ നമുക്ക് ആവശ്യത്തിന് ഇപ്പോൾ കുറച്ച് ഗ്രേവി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് കുറച്ചും കൂടി ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഈ സമയത്ത്. എന്നിട്ട് ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ അപ്പോൾ പിന്നെ ഓഫ് ചെയ്താൽ മതി. പിന്നെ അധികം നേരം ഇട്ട് തിളപ്പിക്കേണ്ട ആവശ്യമില്ല.
പിന്നെ ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് നമുക്ക് ഓഫ് ചെയ്ത് മൂടി വെക്കാം. പിന്നെ അതിലേക്ക് ഒരു 3 പച്ചമുളകും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പിലയും പിന്നെ മല്ലിയിലേക്ക് ഉണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ഇഷ്ടമുണ്ടെങ്കിൽ മല്ലിയിലയുടെയൊക്കെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതെല്ലാം കൂടെ നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇതൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇത് മൂടി വെക്കാം. പിന്നെ ഓഫ് ചെയ്തിട്ട് മൂടി വെക്കാം. നല്ല ടേസ്റ്റി ആയൊരു ചിക്കൻ റോസ്റ്റാണ് ഇത്. അപ്പത്തിൻ്റെ കൂടെ, നെയ്ച്ചോറിൻ്റെ കൂടെയും ഇവയൊക്കെ കഴിക്കാനായിട്ട്, ഇടിയപ്പം പൊറോട്ടയുടെ കൂടെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണിത്. നമ്മൾ വീട്ടിലൊരു ഗസ്റ്റൊക്കെ പെട്ടെന്ന് വന്നിട്ടുണ്ടെങ്കിൽ തന്നെ കറിയൊന്നുമില്ലെങ്കിൽ നമുക്ക് ചിക്കൻ ഉണ്ടെങ്കിൽ ഇതുപോലെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം. അധികം സമയമൊന്നും വേണ്ട ഇത് ഉണ്ടാക്കാനായിട്ട്. സവാളയൊന്നും വഴറ്റി സമയം കളയേണ്ട ആവശ്യമില്ല. ഫ്രൈ ചെയ്തിട്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം. ഇതുപോലെയൊക്കെ ഒന്ന് എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ.